ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് എബൌട്ട് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്കിവിടെ കാണാവുന്നതാണ് ഡിവൈസ് നെയിം, തൊട്ടപ്പുറത്തായിട്ട് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ സ്റ്റോറേജ് നമുക്ക് എന്തോരമുണ്ടെന്ന് ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇമേജ്, വീഡിയോസ്, APK, ആപ്സ്, ഡോക്യുമെൻ്റ്, ഓഡിയോ, അത് സിസ്റ്റം എന്നിങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റോറേജ് എടുത്തിരിക്കുന്ന ഓരോ ഫോൾഡറുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ഏറ്റവും താഴെയായിട്ട് SD കാർഡ് സ്റ്റോറേജ് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് SD കാർഡ് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് സിസ്റ്റം സ്റ്റോറേജ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള ഇമേജ്, വീഡിയോസ് എന്നിങ്ങനെയുള്ള സിസ്റ്റം സ്റ്റോറേജിൽ എന്തോരെ സ്റ്റോറേജ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് സിസ്റ്റം സ്റ്റോറേജ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യുകയും കൂടെ ചെയ്യാം. അതിന് തൊട്ട് താഴെയായിട്ട് ക്ലിയർ എന്നുള്ള ഒരു ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് ക്ലീൻ ആകുന്നതാണ്. ഇപ്പം ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് ഇവിടെ താഴെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ സിസ്റ്റം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഈ ലാസ്റ്റ് ക്ലീൻ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് ക്ലീൻ ആയി കഴിഞ്ഞു. ക്ലീൻ എന്നുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാക്കല്ലേ. താങ്ക് യു.